نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഞാനിങ്ങനെ എടാ ഈ ജലദോഷം പിടിച്ചിട്ട് 2 ഡാമും അടഞ്ഞു കിടക്കുകയാണ്. ഡാമിൽ നിന്ന് വെള്ളം വരുന്നില്ല കേട്ടോ, ഡാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഇടയ്ക്ക് ഞാനിങ്ങനെ ഹാച്ചി ഒക്കെ ഇടുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഓക്കെ റെഡി, എടുക്കുന്നുണ്ടാവുക വലിയൊക്കെ ഉണ്ടാവും. ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് ക്ലാസ് 3 മൂന്നാം ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്സിന്റെ ചോദ്യ പേപ്പർ. റെഡിയാണോ നിങ്ങൾ റെഡിയാണോ? ഞാനിവിടെ റെഡിയായി നിൽക്കുകയാണ്. മൂന്നാം ക്ലാസിന്റെ മാത്സിന്റെ ചോദ്യ പേപ്പർ നോക്കാൻ വേണ്ടി റെഡിയാണോ നിങ്ങൾ? ഇപ്രാവശ്യം പരീക്ഷ നമ്മൾ പൊളിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിച്ചടക്കും. നമ്മളുടെ ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടോ? അതേപോലെ തന്നെ EVS ചോദ്യ പേപ്പർ കണ്ടോ? അതേപോലെ തന്നെ അറബിക്കിന്റെ ചോദ്യ പേപ്പർ കണ്ടോ? എല്ലാ വിഷയത്തിന്റെ ചോദ്യ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത് പരീക്ഷയുടെ തലേന്ന് ഇമ്പോർട്ടന്റ് പാർട്സ്. അവിടുന്ന് ചോദ്യം വരും, ഇവിടുന്ന് ചോദ്യം വരും എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട്. അത് കാണാതെ പോവാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാത്സിന്റെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. അതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. ഷമീൽ തറോൽ എന്താണ് പേര്? ഷമീൽ തറോൽ എന്ന് ഇൻസ്റ്റഗ്രാമിൽ നോക്കുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് കൊടുക്കുക. വീഡിയോസ് ഈ വീഡിയോയുടെ ലൈക്ക് നിർബന്ധമാണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യണം. അതിന് കൂടെ ഈ വീഡിയോയുടെ താഴെ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ ചങ്ങായിമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ചങ്ങായിമാരെ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പരീക്ഷ അങ്ങോട്ട് തുടങ്ങട്ടെ. എന്നെ നിങ്ങൾ ആലോചിക്കും, പരീക്ഷ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോ എന്നെ ഇങ്ങനെ ആലോചിക്കും. ഒരു ചങ്ങായിലെ മൂക്കടഞ്ഞ് ഒരു ചങ്ങായി ഇങ്ങനെ മാത്സിന്റെ ക്ലാസ് ഒക്കെ എടുത്ത ചങ്ങായി നിങ്ങൾ ആലോചിക്കും. നോക്കോ നിങ്ങൾ റെഡി? അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് ക്ലാസ് 3. പിന്നെ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ, ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, താഴത്തൂടെ ഇങ്ങനെ ഉറുമ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട്. ആ നമ്പറിനെ പിടിക്കുക, വാട്സ്ആപ്പിൽ ഒരു ഹായ് അയക്കുക. ഓക്കെ സെറ്റ്. നേരെ നമ്മൾ നോക്കാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തീപ്പെട്ടിക്കൊമ്പ്. തീപ്പെട്ടിക്കൊമ്പുമായിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. ഒരേ നീളമുള്ള 12 തീപ്പെട്ടികൾ കൊണ്ട് അമ്മു വശങ്ങൾ തുല്യമായ ഒരു ചതുരവും വശങ്ങൾ തുല്യമായ ഒരു ത്രികോണവും നിർമ്മിച്ചു. എന്താ ഇവിടെ? തീപ്പെട്ടിക്കൊമ്പാണ്. 12 തീപ്പെട്ടികൾ കൊമ്പ് വശങ്ങൾ തുല്യമായിട്ടുള്ള ചതുരവും നിർമ്മിച്ചു, ത്രികോണവും നിർമ്മിച്ചു. അല്ലെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ നോക്കൂ, ഇവിടെ നോക്കൂ. അമ്മു made 2 shapes using 12 matchsticks as shown below. അല്ലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഷേപ്പുകളാണ്. അല്ലെ 2 ഷേപ്പുകളാണ്. സർക്കിളും എന്താണ് ഈ പറയാ റെക്ടാങ്കിളും, അതേപോലെ തന്നെ ഈ ഒരു സാധനത്തിന് എന്താ പറയുന്നത്? ട്രയാങ്കിളും. അല്ലെ ട്രയാങ്കിളും റെക്ടാങ്കിളും എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ചോദ്യം, how many matchsticks are there on each side of the first picture? ഈ ഒരു ഫസ്റ്റ് പിക്ചറിൽ ഈ ഒരു ഭാഗത്ത് എത്ര മാച്ച്സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്? തീപ്പെട്ടി എത്ര തീപ്പെട്ടി ഉപയോഗിച്ചു എന്നാണ്. നോക്കൂ, ചതുരത്തിന്റെ ഒരു വശത്ത് എത്ര തീപ്പെട്ടി കമ്പുകളുണ്ട് നോക്കാം. 1 2 3 നമുക്ക് എഴുതി കൊടുക്കാം 3. അങ്ങനെയാണെങ്കിൽ അടുത്തതോ ത്രികോണത്തിന്റെ ഒരു വശത്ത് എത്ര തീപ്പെട്ടി? 1 2 3 4 4എണ്ണം. അല്ലെ 3 4 എന്ന് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ എഴുതി കൊടുത്തു. അല്ലെ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. യെസ് ഒരേ നീളമുള്ള 24 തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് വശങ്ങൾ തുല്യമായ ഒരു ചതുരവും വശങ്ങൾ തുല്യമായ ഒരു ത്രികോണവും ഉണ്ടാക്കിയാൽ, ഇവിടെ നോക്കണ മക്കളെ, ഇവിടെ 12 എണ്ണം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു അല്ലെ 12 എണ്ണം ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഒരു ചതുരവും ഒരു ത്രികോണവും ഉണ്ടാക്കി. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എത്രയാണ്? 24. 12ന്റെ ഡബിൾ ആണ് 24. അല്ലടാ 12 പ്ലസ് 12 എത്രയാടാ? 2 2 4 24 അല്ലെ? 12ന്റെ ഡബിൾ ആണെന്ത്? 24 എന്ന് പറയുന്നത്. യെസ് നോക്കടാ മക്കളെ. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് എന്താണ്? ഹൗ മെനി മാച്ച്സ്റ്റിക്സ് ആർ ദർ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ഫസ്റ്റ് പിക്ചർ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു സൈഡിൽ എത്ര മാച്ച്സ്റ്റിക്സ് ഉണ്ടാവും? എന്ത് ഈസിയാടാ 12 എണ്ണം ഇവിടെ ഉണ്ടാക്കി. അല്ലെ 12 തീപ്പെട്ടിക്കൊമ്പുകൊണ്ട് നമ്മൾ നോക്കുമ്പോ 3 എണ്ണമാണ് ഉണ്ടായത്. അപ്പൊ 24 തീപ്പെട്ടിക്കൊമ്പ് വെച്ചാൽ എത്ര എണ്ണം ഉണ്ടാവും? ഇതിന്റെ നേരെ ഇരട്ടിയിടോ. 3ന്റെ നേരെ ഇരട്ടി എത്രയാണ്? 6. അല്ലെ ഇനി അടുത്തതോ ത്രികോണത്തിന്റെ ഒരു വശത്ത് എത്ര തീപ്പെട്ടിക്കൊമ്പ്? ഇതിന്റെ നേരെ ഇരട്ടി 4ന്റെ ഇരട്ടി 8. സിമ്പിൾ
സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ? അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്തത് ഡ്രോ ദീസ് ടു ഷേപ്സ് ബിലോ. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നതാ മക്കളെ? നമ്മളോട് ഡ്രോ ചെയ്യാൻ വേണ്ടി പറയാണ്. ഈ ഷേപ്പുകൾ വെച്ചുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്? ഡ്രോ ചെയ്യാൻ. ഈ തീപ്പെട്ടി കമ്പുകൾ വെച്ച് നമ്മളോട് ഡ്രോ ചെയ്യാൻ വേണ്ടി പറയാണ്. നമുക്ക് നോക്കാം, ഒരു ഭാഗത്ത് എത്ര തീപ്പെട്ടിയാണുള്ളത്? ചതുരത്തിന് എത്ര തീപ്പെട്ടിയാണ് നമ്മൾ പറഞ്ഞത്? 6 തീപ്പെട്ടിയാണ് ചതുരത്തിന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 തീപ്പെട്ടി വരയ്ക്കാം അല്ലേ? 1 2 3 4 5 6 അല്ലേ? 7 8 9 10 11 12 അല്ലേ? 1 2 3 4 5 6. ഇവിടെയോ 1 2 3 4 5 6 അല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ചതുരം വരച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ തീപ്പെട്ടിയുടെ ഈ ഒരു ഭാഗമോ ത്രികോണമാണെങ്കിലോ 1 2 3 4 5 6 7 8 അല്ലേ? ഇനി ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 ഇങ്ങോട്ടും അല്ലേ? 1 2 3 4 5 6 7 8. അന്തകച്ച് എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട് നമ്മുടെ ഉത്തരം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഇത് മനസ്സിലായിട്ടിടാ മക്കളെ? മനസ്സിലായിട്ടില്ലേ? ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. 12 ഇവിടെ 12 എണ്ണം കൊടുത്തൂലേ? 12 തീപ്പെട്ടി കൊമ്പോണ്ട് അമ്മു എന്ത് ചെയ്തു? ഒരു ചതുരവും ഉണ്ടാക്കി, വശങ്ങൾ തുല്യമായ ചതുരവും ത്രികോണവും ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് എത്ര ചോദിച്ചു? നമ്മൾ 3 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഇരട്ടി 24 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര എണ്ണമാണ് നമുക്ക് എഴുതി കൊടുക്കാം? 3ന്റെ ഇരട്ടി 6 ആണ്, 4ന്റെ ഇരട്ടി 8 ആണ്. വളരെ സിമ്പിൾ. അത് കഴിഞ്ഞു, കൂടുതൽ പറയുന്നില്ല. അടുത്തലേക്ക് പോവാണ്. ഇതാണ് ഉത്തരം. 3 4 6 8 ശരിയല്ലേ? ശരി, ഓക്കെ. ഈ മനുഷ്യനെ നോക്കൂ. വാട്ട് ഓൾ ഷേപ്സ് ആർ ദേർ ഇൻ ദ ഗിവൺ പിക്ചർ. ഈ ഒരു ഗിവൺ പിക്ചറിൽ ഏതൊക്കെ ഷേപ്പുകളാണ് ഉള്ളതെന്നാണ്. നോക്കടാ, ഈ ഒരു പിക്ചറിൽ ഏതൊക്കെ ഷേപ്പുകളാണുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, അതേപോലെ തന്നെ സർക്കിൾ ഉണ്ട്, ത്രികോണമുണ്ട്, ചതുരമുണ്ട്, വട്ടമുണ്ട്. ത്രികോണമുണ്ട്, ചതുരമുണ്ട്, വട്ടമുണ്ട്. നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ? അത് എഴുതി തന്നെ കൊടുക്കണം. ത്രികോണം, വട്ടം, ചതുരം എന്ന് അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടോ നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. അപ്പോ ഇവിടെ കുറച്ച് ചിത്രങ്ങള്, ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തില് ഈ ഒരു സംഭവങ്ങൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഷേപ്പ് എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറയാം. യെസ്, കൗണ്ട് ചെയ്ത് നോക്കാം അല്ലെ? തെറ്റൂലേക്കും. കൗണ്ട് ചെയ്ത് നോക്കാം. റെഡി? 1 2 3 4 5 6 7 8 9 10 11 12. യെസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം 12 എന്നാണ്. ഇനി അടുത്തത് ട്രയാങ്കിൾ ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 എവിടെ പോയടാ? 3 4 5 6. ഇനി അല്ലാണ്ട് വേറെ കാണുന്നുണ്ടടാ? ഇല്ലല്ലോ. 6 ട്രയാങ്കിൾ ആണുള്ളത്. ഇനി അടുത്തത് നമ്മളോട് വട്ടമാണ് പറഞ്ഞത്. വട്ടം നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ആണോ? നോക്കാം നമുക്ക് അല്ലെ? ഉത്തരം നോക്കാം. ഉത്തരമില്ലേ ഇതിനകത്ത്? ഉത്തരം കൊടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് അത്രയായിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്തിട്ട് കൂടുതൽ കിട്ടുന്നുണ്ടാ? എനിക്ക് കൗണ്ട് ചെയ്തിട്ട് അത്രയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്തായാലും സംഭവം ചോദ്യം മനസ്സിലായല്ലോ. കൗണ്ട് ചെയ്യാ ഉത്തരം ചെയ്ത, കൗണ്ട് ചെയ്തിട്ട് ഉത്തരം ചെയ്ത, അത്ര മാത്രമേ ഉള്ളൂ. വേറെ സംഭവം ഒന്നുമില്ല. യെസ്, വിച്ച് ഷേപ്പ് ഈസ് ദ മോർ ഇൻ നമ്പർ? ഏത് ഷേപ്പാണ്? നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 15 എണ്ണം കാണുന്നത് വട്ടമാണ് അല്ലെ? സർക്കിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യാ? അത് നമുക്ക് എന്ത് ചെയ്യാ? ഇവിടെ വരച്ചു കൊടുക്കാം അല്ലെ? വൃത്തിയിൽ എന്ത് ചെയ്യാ? വരച്ചു കൊടുക്കണേ. വൃത്തിയിൽ വരയ്ക്കണേ. വരയ്ക്കുമ്പോ ഇന്റെ മാതിരി ഇതോ ആക്കി വരയ്ക്കരുത്. യെസ്, കണ്ടോ? വട്ടം. റെഡി? ഇതിന്റെ ഒരു പെണ്ണ് ഉണ്ടായിരുന്നല്ലോ, പെണ്ണ് കാണുന്നില്ലല്ലോ. ബോൾ പെൻ. വട്ടം വരച്ച ഒരു വട്ടൊക്കെ വരലുണ്ടായിരുന്നു. അതിന്റെ സെറ്റിംഗ്സ് എന്തോ മാറിപ്പോയിട്ടുണ്ട്. പോട്ടെ, റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ലുക്ക് അറ്റ് ദ ആപ്പിൾസ് അറേഞ്ച്ഡ് ബിലോ. നമ്മളോട് ഇവിടെ കുറച്ച് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ടിട്ട് ബോളാന്ന് വിചാരിച്ചു.
ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ ആപ്പിളിനെ നോക്കാൻ വേണ്ടി പറയാണ്. ഓ നോക്കിയിരിക്കുന്നു, ആപ്പിളിനെ നോക്കിയിരിക്കുന്നു. ആപ്പിൾ നല്ല ഉഷാറായിട്ട് അട്ടിക്ക് വെച്ചിരിക്കുന്നുണ്ട്. ഒരു പഴക്കടയിൽ ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. ഏറ്റവും മുകളിൽ ഒരെണ്ണം, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3 എന്നിങ്ങനെയെങ്കിൽ ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2 അല്ലെ? ഒന്നാമത്തെ വരിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര എണ്ണം ഉള്ളത്? 10 വരിയിൽ 10 എണ്ണം അല്ലേ? ഈ ചോദ്യം നോക്കിയേ ജാതി ചോദ്യം എന്ന് അറിയാം മോനെ. ഹൗ മെനി ആപ്പിൾസ് ആർ ദേർ ഇൻ ദ 10th row? 10ാമത്തെ റോയിൽ എത്ര ആപ്പിൾ ഉള്ളത്? പറയടാ മക്കളെ, ഉത്തരം പറയും. 10 ആപ്പിള് നമ്മൾ എഴുതി കൊടുത്തു. കാണുന്നില്ല നിങ്ങൾ ചോദ്യം? 10 ആപ്പിൾ ആണുള്ളത്, നമ്മൾ എഴുതി കൊടുത്തു അല്ലെ? അത് കഴിഞ്ഞിട്ട് താഴെ ചോദിക്കുന്നത് ഹൗ മെനി ആപ്പിൾസ് ആർ ദേർ ഇൻ ദ 10th row? 10ാമത്തെ റോയിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്നാണ്. 10ാമത്തെ റോയിൽ എത്ര ആപ്പിൾ ആണുള്ളത് എന്നാണ്. സോറി, നോ, 10 റോയും കൂടി കൂട്ടുമ്പോ അല്ലെ, 1 മുതൽ 10 വരെയുള്ള റോയിൽ എത്ര ആപ്പിൾ, അതെന്താണ്? ഇതിന്റെ തുകയാണ്. ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 55 അല്ലെ? എത്ര ആപ്പിൾ ഉള്ളത്? 10 വരിയിലും കൂടി ആകെ എത്ര ആപ്പിളുകൾ ഉണ്ട് അല്ലെ? 10 വരിയിലും കൂടി ആകെ എത്ര ആപ്പിളുകൾ ഉണ്ട്? 55 ആപ്പിളുകളാണുള്ളത്. സെറ്റാണോ? ഒന്ന് ചിരിക്കടാ മക്കളെ. മാത്സ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുള്ള, ഒന്ന് ചിരിച്ചോ. ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് വരുന്നുണ്ട്. ആ വീഡിയോ കാണാതെ നിങ്ങൾ പരീക്ഷക്ക് പോകരുത്. ഈ വീഡിയോ കാണട്ടോ. എടാ എല്ലാവർക്കും അയച്ചു കൊടുക്ക്. ലൈക്ക് ഇടാൻ മറന്നു പോയല്ലേ? ഒരു ലൈക്ക് ഉണ്ടായിക്കോട്ടെ, ഓരോ ലൈക്കുകൾ ഉണ്ടായിക്കോട്ടെ. അതേപോലെ തന്നെ ഡാം തുറന്നോ? ഓരോ ലൈക്ക് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ കമന്റ് ചിലപ്പോൾ ഉണ്ടാകാൻ പറ്റില്ല. കാരണം മെയ്ഡ് ഫോർ കിഡ്സ് ആക്കും യൂട്യൂബ്. നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും മെയ്ഡ് ഫോർ കിഡ്സ്. നിങ്ങളൊക്കെ കിഡ്സ് ആണ്, ചെറിയ കുട്ടികളാണ്. കുറച്ചുകൂടി കൈ കേട്ടോ, വലുതാവുമ്പോ കേട്ടോ നമുക്ക് കമന്റ് ഒക്കെ ഇടാം. റെഡി? അത് കഴിഞ്ഞ് നേരെ പോവാണ് നമ്മള്. അപ്പൊ ഉത്തരം എന്താടാ? 10:55 അല്ലേ? 10:55. റെഡി? അത് കഴിഞ്ഞിട്ട് എന്താണ് കണക്ക് നോക്കാൻ നമുക്ക്. കണക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര റെഡി. പ്രണവ് ബോട്ട് 2 നോട്ട് ബുക്ക് ഓഫ് RS 50. 50 ഉറുപ്പ്യക്ക് പ്രണവ് എന്ത് ചെയ്ത്? 2 നോട്ട് ബുക്ക് വാങ്ങി. എത്ര? 50 ഉറുപ്പ്യക്ക് 2 നോട്ട് ബുക്ക്. 50 + 50 അല്ലെ? 2 നോട്ട് ബുക്ക് വാങ്ങി. പിന്നെ എന്താ വാങ്ങിയത്? എ പെൻ ഓഫ് 40 ഉറുപ്പ്യ. 40 ഉറുപ്പ്യക്ക് ഒരു പെന്നും കൂടെ വാങ്ങി. പിന്നെ എന്താ വാങ്ങിയത്? എ ബോക്സ് ഓഫ് 27 ഉറുപ്പ്യക്ക് ഒരു ബോക്സും വാങ്ങി അല്ലെ? കാണുന്നില്ലേ നിങ്ങൾ? ആ സൈഡിൽ എഴുതിയേ. ഇനി അവിടെ കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് എഴുതാം, താഴോട്ട് എഴുതാം. എന്താ വാങ്ങിയത്? 50 രൂപക്ക് അല്ലെ 2 ബുക്ക്. പിന്നെ എന്താ വാങ്ങിയത്? 40 രൂപ ഉള്ള ഒരു പേന. എന്ത് പേനയാ? പടച്ചോനറിയാം. അടുത്തെന്താ? 27 ഉറുപ്പ്യുള്ള ഒരു ബോക്സ് അല്ലെ? ഇതെല്ലാം കൂടി കൂട്ടു നോക്കുമ്പോ ഇതിന്റെ തുക കിട്ടണം വേണ്ടേ? എങ്ങനെ കൂട്ടാം അല്ലെ? 50 പ്ലസ് സൈഡിൽ എഴുതുമ്പോൾ കാണുന്നില്ല, ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടാക്കിട്ട് 50 + 50 + 40 + 27 അല്ലെ? 7 5 5 10 14 14 16 167 അല്ലെ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. റെഡി? 167. ഞാൻ വെറുതെ നോക്കി വെച്ചാട്ടോ. അങ്ങനെ വേണം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്റെ മാതിരിയൊക്കെ വേണം, എന്റെ മാതിരി ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ചോദ്യം നോക്കിയിട്ടൊക്കെ ചെയ്താലും മതി. റെഡി? നോക്കൂ. അപ്പൊ ഹി പെയ്ഡ് RS 500 rupee നോട്ട് ടു ദ ഷോപ്പ് കീപ്പർ. അപ്പൊ ഓൻ എന്ത് ചെയ്ത്? 500 രൂപയുടെ നോട്ടാണ് അയാൾ കൊടുത്തത്, വീഡിയോക്കാരന് കൊടുത്തത്. ഇൻ വാട്ട് ഡിനോമിനേഷൻ വുഡ് ഹാവ് ഗിവൺ ദ ഫോളോയിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്? നോക്കൂ. പ്രണവ് കടയിൽ 50 രൂപ വിലയുള്ള 2 നോട്ട് ബുക്കുകളും 40 രൂപ വിലയുള്ള ഒരു പേനയും 27 വരെയുള്ള ഒരു ബോക്സ് വാങ്ങി. ഓക്കെ, കടക്കാരൻ 5 രൂപന്റെ നോട്ട് നൽകി. ബാക്കി തുക അയാൾ താഴെ കാണിച്ചിരിക്കുന്ന തരത്തിൽ നോട്ടുകളും നാണയങ്ങളുമായിട്ടാണ് നൽകിയത്. താഴെ കൊടുത്ത പോലെ നോട്ടുകളും നാണയങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? കൊടുത്തു. ഇതേപോലെ കൊടുത്തുന്നല്ല, ഇതേപോലെ നോട്ടും നാണയവുമായിട്ട് എന്ത് ചെയ്തു? അവന് കൊടുത്തു എന്നാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ദ ഐറ്റംസ് വിച്ച് പ്രണവ് ബോട്ട്? അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടെത്തിയത്. പ്രണവ് വാങ്ങിയ സാധനത്തിന്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. പ്രണവ് വാങ്ങിയ സാധനത്തിന്റെ വില. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവനായിട്ട് കൂട്ടും. ഏതൊക്കെ സാധനങ്ങളാണ്? അച്ചങ്ങായി വാങ്ങിയ 50 ഉറുപ്പ്യന്റെ 2 നോട്ട്, 40 ഉറുപ്പ്യന്റെ ഒരു പേന, പിന്നെ 27 ഉറുപ്പ്യന്റെ ഒരു ബോക്സ്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 167 കിട്ടി. ബാക്കി എത്ര രൂപയാണ് കിട്ടാനുള്ളത്? ബാക്കി എത്ര രൂപ കിട്ടാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങായി എത്ര രൂപയാണ് കൊടുത്തത്? എത്ര രൂപ? 500 രൂപയാണ് കൊടുത്തത്. 500 167 കുറച്ചാൽ എത്രയാ വരിക?
നോക്കാം നമുക്ക് അല്ലേ. 10 7 പോയാൽ എത്രയാ? 3. പിന്നെ ഇവിടെ എത്ര ഉണ്ടാവും? പറയടാ ഒന്ന് പറയടാ. പറയോ എത്രയാണടാ ഉത്തരം ഉണ്ടാവുക? പറയടാ. 500-ൽ നിന്ന് 167 പോയാൽ എത്രയാണ്? വേഗം പറഞ്ഞോളൂ. ഉത്തരം പറയടാ മക്കളെ. 500-ൽ നിന്ന് 167 പോയാൽ എത്രയാണ്? വേഗം പറ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എണ്ണം എഴുതാനുണ്ട്. യെസ്, നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ എന്താ? ഇവിടെ 3. പിന്നെ ഇവിടെ എത്രയാ ബാക്കി ഉണ്ടാവുക? ഇവിടെ എത്രയാ ഉള്ളത്? 4 ഉള്ളത്. യെസ്, 4-ൽ നിന്ന് 1 പോയാൽ 3, 333 അല്ലേ. നമുക്ക് എഴുതി കൊടുക്കാം. എത്രയാണ്? 333. ഇവിടെ എത്രയാണ്? ഇവിടെ 167 അല്ലേ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ എത്ര? ബാക്കി കൊടുത്ത തുകയിൽ ഏതെല്ലാം നോട്ടുകളും നാണയങ്ങളും വരാം? അല്ലേ. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും വരാം ബാക്കി കൊടുത്ത തുകയിൽ? എത്ര രൂപയാണ് ബാക്കി കൊടുക്കാനുള്ളത്? 333 രൂപയാണ് ബാക്കി കൊടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് 200-ന്റെ ഒരു നോട്ട്, പിന്നെയോ 100-ന്റെ ഒരു നോട്ട്. അപ്പൊ എത്രയായി? 300 ആയി. പിന്നെയോ 20-ന്റെ ഒരു നോട്ട്, പിന്നെയോ 10-ന്റെ ഒരു നോട്ട്, പിന്നെയോ 3-ന്റെ 3 കോയിൻസ് അല്ലെ. കോയിൻസും കൊടുക്കാം അല്ലെ. അപ്പോ എത്ര നോട്ട് നമ്മൾ കൊടുത്തു? 200-ന്റെ ഒരു നോട്ട് കൊടുത്തു, 100-ന്റെ ഒരു നോട്ട് കൊടുത്തു, 20-ന്റെ ഒരു നോട്ട് കൊടുത്തു, 10-ന്റെ ഒരു നോട്ട് കൊടുത്തു. അങ്ങനെ 330 ആയി. 330 ആയി. പിന്നെ 3 കോയിനും കൊടുത്തു അല്ലെ. 4 നോട്ടും അല്ലെ. 4 നോട്ടും അതേപോലെ തന്നെ എത്ര കോയിനും? 3 കോയിൻസും എന്ത് ചെയ്തു? നമ്മൾ കൊടുത്തു അല്ലെ. 4 നോട്ടും 3 കോയിൻസും എന്ത് ചെയ്തു? നമ്മൾ കൊടുത്തു അല്ലേ. റെഡിയാണോ? ശരിയാണോ? യെസ്. 3 100 രൂപ കൊടുത്തു, 3 10 രൂപ കൊടുത്തു, 3 1 രൂപ കൊടുത്തു. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ. റെഡി. അതൊക്കെ ശരി തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. യെസ്, കുറഞ്ഞ എണ്ണം നോട്ടുകളും നാണയങ്ങളുമാണ് കൊടുത്തിരുന്നെങ്കിൽ എത്രയാകും? കുറഞ്ഞ എണ്ണം നാണയങ്ങളും നോട്ടും ആണെങ്കിൽ കൊടുത്തതെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 നോട്ട് കൊടുക്കും. പിന്നെ എത്ര നാണയങ്ങള്? 2 രൂപയുടെ ഒരു നാണയവും പിന്നെ 1 രൂപയുടെ ഒരു നാണയം അല്ലെ. 2 നാണയവും കൊടുക്കാം അല്ലെ. റെഡി. 4 2 എന്ന് വരും. 4 2. ഇവിടെ 4 3 എന്നാണ് കൊടുത്തത്. 4 3 എന്നാണ് കൊടുത്തത്. 4 2 വന്നാലും ഓക്കെ അല്ലടാ. നോക്കിക്കോ, 4 2 വന്നാലും ഓക്കെ അല്ലേ. 2 രൂപയുടെ ഒരു നാണയവും 1 രൂപയുടെ ഒരു നാണയം അല്ലേ. റെഡി അല്ലേ? ശരി, ഓക്കെ, റെഡി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക്. പോകാനുള്ള മക്കളെ ആക്ടിവിറ്റി 4-ലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് ആർ ദ നമ്പേഴ്സ് യു ക്യാൻ മേക്ക് ബൈ യൂസിംഗ് ദ ഡിജിറ്റ്സ് 4 5 6 7 അല്ലേ. യെസ്. അപ്പൊ എത്രയാടാ? 4 5 6 7. ഇത് പോയി. 4 5 6 7. യെസ്. വിത്തൗട്ട് റിപ്പീറ്റേഷൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് among them അല്ലേ. നമ്മളോട് പറയാണ് 4 5 6 7 എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് 3 അക്ക സംഖ്യകൾ അല്ലേ. എത്രയാണ്? 3 ഡിജിറ്റ് ആണ്. 3 ഡിജിറ്റ് 3 അക്ക സംഖ്യകൾ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് വൺ? ഏതാണ് വലുത് എന്നുള്ളത് എങ്ങനെ കാണും? ഇതിങ്ങോട്ട് നേരെ തിരിച്ചെഴുതി നോക്കുക അല്ലെ. ഏതാണ് വലുത്? 7 7 6 5 അല്ലെ. ഇനി ചോദിക്കുന്നത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ്? ഏതാണ് ചെറുത് അല്ലെ. ഇങ്ങോട്ട് തിരിച്ചെഴുതി നോക്കുക. 4 5 6. റെഡിയല്ലേ? ഒരു സംഖ്യ തന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വലുത് ഇങ്ങോട്ട് തിരിച്ചിട്ട് അതിന്റെ വലിയ സംഖ്യ ആയിരിക്കും. ചെറുത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ വലിയ സംഖ്യ ആയിരിക്കും. ഓക്കെ, റെഡി, സെറ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ്. വാട്ട് ആർ ദേ? അതല്ല. അതിന് മുമ്പ് വേറെ തോന്നുന്നുണ്ടല്ലോ. എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? which is the how many 3 digit numbers can be formed using the same digit അല്ലേ. എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? എത്ര എണ്ണം ഉണ്ടാക്കാം അല്ലെ. എത്ര 3 അക്ക സംഖ്യകളാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെ? ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാം? 6 എണ്ണം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ 4 ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാം? 24 എണ്ണം ഉണ്ടാക്കാം. എത്ര എണ്ണം ഉണ്ടാക്കാം? 24. 24 എണ്ണം. നോക്കാം നമുക്ക് ഉത്തരം ശരിയല്ലേ. നോക്കൂ, 24 എണ്ണം ഉണ്ടാക്കാം. 765 ഉത്തരം ശരിയാണ്. 456 ഉത്തരം ശരിയാണ്. 24 ഉത്തരം ശരിയാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ആർ ദേ? ഏതൊക്കെയാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കടാ. 456. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനങ്ങോട്ട് തിരിച്ചിടുക. 465. 546. അതിനങ്ങോട്ട് തിരിച്ചിടുക. 564. 645. പിന്നെ എന്ത് ചെയ്യുക? തിരിച്ചിടുക. 654 അല്ലേ. 6 4 5 അല്ലേ. ഇനി എന്ത് ചെയ്യുക? 6 5 4. കണ്ടോ? 457 475 547 574. കണ്ടോ? ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഓരോ സംഖ്യകൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? 24 എണ്ണം ഉണ്ടാക്കി. ഇനി നമ്മളോട് പറഞ്ഞത് ഇവയെ ആരോഹണ ക്രമത്തില് അല്ലെ, അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് സിമ്പിൾ ആണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും നമുക്ക് എഴുതാൻ അറിയാം. സിമ്പിൾ ആണ്. അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്.
റെഡിയാണോ? സെറ്റാണോ? ഇതേപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുത്തൂടെ? മേക്കിംഗ് നമ്പേഴ്സ് എഴുതി കൊടുത്തൂടെ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. സെറ്റാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് അടുത്തത്. ഇത് അതിലും വലിയ സിമ്പിൾ ആണ്. ഒരു പാറ്റേൺ തന്നു കഴിഞ്ഞാൽ അല്ലേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാറ്റേൺ പൂർത്തിയാക്കാൻ വേണ്ടി പറയാണ്. പാറ്റേൺ പൂർത്തിയാക്കൂ അല്ലേ. 105, 116, 127 അല്ലേ. 105ഉം 116ഉം തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ്? അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണം. അവരേട്ടനനിയനാണോ, വാപ്പയമ്മയാണോ, അച്ഛനമ്മയാണോ, എന്താണ് ബന്ധം എന്നുള്ളത് കണ്ടെത്തണം. 105ഉം 116ഉം തമ്മിൽ ബന്ധം എന്താണ്? എത്രയാണടാ 105 അല്ലെ? 106, 107, 108, 108 കഴിഞ്ഞിട്ട് 109, 110, 11, 12, 13, 14, 15, 16 അല്ലെ. 11 അല്ലെ. 11ന്റെ ബന്ധമാണുള്ളത് അല്ലെ. അപ്പൊ 105 11 കൂട്ടിയാൽ 116, 116 11 കൂട്ടിയാൽ 127, 127 നിന്ന് 11 കൂട്ടിയാൽ എത്രയാ വരിക? 138, 138 നിന്ന് 18 കൂട്ടിയാൽ 149. റെഡി? ഇനി അടുത്ത നോക്കൂ. 234ഉം 345ഉം തമ്മിലുള്ള ബന്ധം എത്രയാ? 234ഉം 345ഉം അല്ലെ. 234ഉം 344ഉം അല്ലെ. ശരി, 345ഉം തമ്മിലുള്ള ബന്ധം എത്രയാണ് വരുന്നത്? നോക്കടാ, എത്രയാ വരുന്നത് അല്ലെ? 101 വരുന്നുണ്ട് അല്ലെ. 101 വരുന്നുണ്ട്. അപ്പോ 234നോട് 101 കൂട്ടിയപ്പോ 345, പിന്നെ അത് കൂട്ടിയപ്പോ 456 വരുന്നു. പിന്നെ എത്ര വരുന്നു? 567 വരുന്നു. പിന്നെ എത്ര വരിക? 678 വരുന്നു അല്ലെ. ഇനി അടുത്ത നോക്കൂ. അടുത്തത് 886ൽ നിന്ന് എത്ര കുറച്ചാലാണ് 785 കിട്ടുക അല്ലെ. കുറഞ്ഞു വരികയാണ് അല്ലെ. ഇത് കുറച്ച് നോക്കുക. 886 മൈനസ് 785 എത്രയാ വരുന്നത്? 6ൽ നിന്ന് 5 പോയാൽ 1 വരുന്നു അല്ലെ. പിന്നെയോ 8ൽ നിന്ന് 8 പോയാൽ എത്രയാ വരിക? അങ്ങനെ തന്നെയല്ലടോ. 886, 785 അല്ലെ. ഓക്കെ, 0 വരുന്നു. 8ൽ നിന്ന് 7 പോയാൽ അല്ലെ 101 അല്ലെ. ഓക്കെ, റെഡി. 101. ഇവിടെ തമ്മിലുള്ള ബന്ധം 101 അല്ലെ. ഈ ഒരു സാധനം തമ്മിലുള്ള ബന്ധം 111 ആണ്. എന്നോട് വിട്ടു. ഏതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്? 111. ഇത് 101 ആണ് കേട്ടോ. ഇത് 111 ആണ്. ഇത് തമ്മിലുള്ള ബന്ധം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 11 ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 11 ആണ് പറഞ്ഞത്. ഇത് 111 ഇത് തമ്മിലുള്ള ബന്ധം എത്രയാടാ? അതിനോട് മാറിപ്പോയതാണ്. സോറി. എത്രയാ മാറിപ്പോയത്? എത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? എത്രയാ? 101 അല്ലെ. 101 എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. 101 കുറഞ്ഞു വരികയാണ്. 886ൽ നിന്ന് 101 കുറയ്ക്കുമ്പോൾ 785 വരുന്നു. അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 654 വരുന്നു. പിന്നെ അതിൽ നിന്ന് 101 കുറച്ചാൽ എത്ര വരും? 583 വരും. അതിൽ നിന്ന് 101 കുറച്ചാൽ എത്രയാ വരിക? 482. ഓക്കെ, റെഡി, സെറ്റ്. അങ്ങനെ തന്നെയല്ലേ വരിക. 105, 116, 127, 138, 149. പിന്നെയോ 234, 245, 456, 560. എവിടെ പോയി? 567, 678. ഓക്കെ, റെഡി. പിന്നെയോ 583, 482. 583, 482. റെഡി. സെറ്റ് ആണ്. റെഡി. ഇനി അടുത്തത് 748നെ എത്ര ടൈംസ് ആക്കാം? 74 ടൈംസ് ആക്കാം. എത്ര വൺസ് ആക്കാം? 8 വൺസ് ആക്കാം. ഇതൊന്നും ഏറ്റവും വലിയ സംഭവമാണോ? അല്ല. ഇനി 740 എത്ര വൺസ് ആക്കാം? 748 വൺസ് ആക്കാം അല്ലെ. എത്ര 100 ആക്കാം? 700 ആക്കാം. അതേപോലെ തന്നെ 48 വൺസ് ആക്കാം അല്ലെ. ഇനി ഇവിടെയോ 700, 4 10s, 8 വൺസ് അല്ലെ. ഇവിടെ നോക്കടാ മക്കളെ, എത്ര പത്തുകളാക്കാം? 74 പത്തുകളും 8 ഒന്നുകളുമാക്കാം. 748 ഒന്നുകളാക്കാം. 7 നൂറുകളും 48 ഒന്നുകളുമാക്കാം. ഇവിടെയോ 7 നൂറുകളാക്കാം, 4 പത്തുകളാക്കാം, 8 ഒന്നുകളാക്കാം. ഇതൊക്കെ സിമ്പിൾ സാധനമാണ്. ഇതൊന്നും അയച്ചാ എന്തോ വലിയ ആനക്കാര്യമൊന്നുമല്ല. ഈ പാറ്റേൺ ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു സംഭവം അല്ലെ, ഡിഫറെന്റ് വേസ് കൂടെ ഇതിനെ ടെൻസും വൺസും ഒക്കെ ആക്കി എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം എന്നല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇല്ലേ. സംഭവം ഒക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി അടുത്തതിലേക്ക് നമ്മൾ നേരെ പോവാണ്. ഉത്തരം എന്താ അവിടെ കൊടുത്തിട്ട്? 74 പത്തുകള്, 8 ഒന്നുകള് അല്ലെ. 748 ഒന്നുകൾ, 7 നൂറുകള്, 48 ഒന്നുകൾ അല്ലെ. 7 നൂറുകള്, 4 പത്തുകള്, 8 ഒന്നുകൾ. അങ്ങനെ തന്നെ നമ്മൾ എഴുതി. റെഡി. അത് ശരിയാണ്. ഇത് ശരിയാണ്. ഓക്കെ, റെഡി.
റെഡി. ഇനിയടാ മക്കളെ ഈ ഒരു ലാസ്റ്റ് ഒരു പ്രവർത്തനം കൂടെ ഇത് കൂടെ കഴിഞ്ഞു. ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് എന്താണ് ചോദിച്ചത്? ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് ആർ ദ 500 and 600? 500നും 600ന്റെ ഇടയിൽ എത്ര എണ്ണൽ സംഖ്യ ഉണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? 600ൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മള് 500 കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടുന്നു? 100 കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യാ? 1 കൂട്ടി കൊടുക്കുക. 101. അങ്ങനെ എണ്ണൽ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 1000വും 2000ത്തിന്റെ ഇടയിൽ എത്ര എണ്ണൽ സംഖ്യ ഉണ്ട്? 2000ത്തിൽ നിന്ന് എന്ത് ചെയ്യുക? 1000 കുറച്ചിട്ട് 1 കൂട്ടി കൊടുക്കുക അല്ലെ? അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കാണുന്നത്. സിമ്പിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഹൗ മെനി നോക്കടാ മക്കളെ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 500 and 600? സം ഓഫ് ദ ഡിജിറ്റ് 10 തുകയായി വരുന്ന 500ന്റെയും 600ന്റെയും ഇടയിൽ 10 തുകയായിട്ട് വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ 501 മുതൽ നോക്കുക. 501 മുതൽ എങ്ങനെ ഈ തുക കാണുന്നത്? 501 നോക്ക്, 5ഉം 0ഉം എത്രയായി? 5 തന്നെയല്ലേ? പിന്നെ 1 കൂട്ടിയാൽ 6 ഇവിടെ ഉത്തരം വരുന്നത് അല്ലെ? 6 ഇവിടെ ഉത്തരം വരുന്നത്. അതുപോലെ ഇതേപോലെ കൂട്ടുമ്പോ എന്ത് ഉത്തരം കിട്ടണം? 10 ഉത്തരം കിട്ടണം. 10 ഉത്തരം കിട്ടണം. നോക്കാം നമുക്ക് 505 നോക്കാം. 505 എത്രയാ വരിക? 10 അല്ലേ ഉത്തരം വരിക അല്ലെ? 10 അല്ലേ ഉത്തരം വരിക? അതേപോലെ വരുന്നത്. ഇനി ഇവിടെ നോക്കൂ, 8 ഉത്തരം വരുന്നത്. 500ന്റെയും 600ന്റെയും ഇടയിൽ 8 വരുന്ന എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് നമുക്ക് ഇവിടെ നോക്കാം അല്ലെ? 6 കണ്ടോ? 505 കണ്ടോ? ഇതിന്റെ തുക എത്രയാ വരിക? 10 വരിക. ഇത് നോക്ക് നിങ്ങൾ. 5 1 6, 6 4 10, 5 2 7, 7 3 10, 5 3 8, 8 2 10, 5 4 9, 9 1 10, 5 5 10 കണ്ടോ? ഇവിടെ ഇത് 8ന്റേത് വരുന്നത്. നോക്കൂ 8 തുക വരുന്നതാണ് ചോദിച്ചത് അല്ലെ? ഇവിടെ നോക്കണ്ട മക്കളെ, 5 3 8, 5 1 6, 6 2 8, 5 2 7 1 8, 5 3 8 കണ്ടോ? ഇതാണ് തുക എന്ന് പറയുന്നത്. തുക 500 മുതൽ 600 വരെ സംഖ്യകളിൽ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട്? അക്കങ്ങളുടെ തുക 10 വരുന്ന സംഖ്യകൾ അല്ലെ? അത് എങ്ങനെയാ കാണുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്തതോ 500 മുതൽ 600 വരെയുള്ള സംഖ്യകളിൽ അക്കങ്ങളുടെ തുക 8 വരുന്നത് എത്ര സംഖ്യകളുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതോടുകൂടി 3ാം ക്ലാസ്സിന്റെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ജലദോഷം വരെ എന്തോ ആയിപ്പോയി, ഏലോടെയൊക്കെ ആയിപ്പോയി. വല്ലാത്തൊരു കഥ തന്നെ അല്ലെ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഭയങ്കര ഈസി ആണെന്ന് വെച്ചിട്ട് കയ്യും വീശി പോകാനൊന്നും നിൽക്കണ്ട. കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോ. എനിക്ക് തോന്നുന്നു 4ഓളം പാഠങ്ങള് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. 4ഓളം. പിന്നെടാ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാറുണ്ട്. ലൈക്ക് വീഡിയോന്റെ താഴെ ലൈക്ക്. പിന്നെ ഇമ്പോർട്ടന്റ് പാർട്സിന്റെ വീഡിയോ കാണാൻ പരീക്ഷയ്ക്ക് പോകാൻ നിൽക്കുന്നുണ്ടോ? തീരുമാനമായിപ്പോ അത് കണ്ടോളൂ. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പോയാൽ അത് പരീക്ഷയ്ക്ക്. പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും വരെ ഇൻസ്റ്റ ഫോളോ ചെയ്യാം. എന്റെ വാട്സാപ്പിൽ ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പരീക്ഷ ഈസി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യം, നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് പാർട്സിൽ നിന്നും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. ഉറപ്പായി നിങ്ങൾ അയച്ചോ, എല്ലാവരും അയച്ചോ. സെറ്റ് ആയിട്ട് അയക്കടാ, ഉഷാറായിട്ട് അയക്കാം. നമുക്ക് പൊളിച്ചടക്കണം. ഇതേപോലെ എല്ലാ പരീക്ഷകളും നമ്മൾ പൊളിച്ചടക്കണം. എല്ലാം നമുക്ക് നല്ല മാർക്ക് വാങ്ങണം. ഫുൾ മാർക്ക്. നമ്മുടെ ലക്ഷ്യം എന്താ? ചെറിയ മാർക്ക് ഒന്നും നമ്മുടെ ലക്ഷ്യം അത് ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്കോർ ചെയ്തിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഓണം എക്സാം നമ്മൾ പൊളിച്ചടക്കിയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. സെറ്റ് ആണ്. പവറാക്കണം മക്കളെ. ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരെ കൊണ്ട് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചോടാ. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പാണ്ടാത്ത എന്തൊക്കെ സാധനങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ക്ലാസ് സ്റ്റാറ്റസ് വെച്ചാൽ എന്താണ് ആ കുഴപ്പം? എല്ലാവർക്കും അയച്ചു കൊടുക്ക്. എല്ലാവരും സ്റ്റാറ്റസ് വെക്ക്. എല്ലാം ഉഷാറാക്ക്. ഓണപ്പരീക്ഷ പൊളിച്ചടക്കണം. ഓണപ്പരീക്ഷ പൊളിച്ചടക്കണടാ മക്കളെ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എന്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും ബൈ ടാറ്റ.